നന്ദിനി ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാ ഉടനെ തന്നെ ആ രാജുവിനെ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ നടന്നതൊക്കെ സൂര്യയുടെ അവൻ പറയും. അവനെ പറഞ്ഞു വിടാന്നുള്ളത് എളുപ്പമുള്ള കാര്യാ. പക്ഷെ അങ്ങനെ വെറുതെ ഇറക്കി വിട്ടിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ ആന്റി. കൊടുക്കാനുള്ള ശമ്പളവും കൊടുത്ത് നീ പൊക്കോ എന്ന് പറഞ്ഞ അവൻ പോകേണ്ടവൻ തന്നെ. പക്ഷെ പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോ ഇവന്റെയൊക്കെ സ്വഭാവം മാറും. അങ്കിളിന്റെയും സൂര്യയുടെ നമ്പരൊക്കെ അവന്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കും പോലെ ആയിരിക്കില്ല സ്വന്തം നാട്ടിലെത്തുമ്പോ ഇവന്റെയൊക്കെ സ്വഭാവം. അതെല്ലാം എനിക്കറിയാം വിജയ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവരുടെയൊക്കെ നാവ് പൊങ്ങാത്ത രീതിയിലേ ഞാൻ വിടും. ഹലോ, എവിടെ എത്തി നിങ്ങള്? നേരെ ഇങ്ങോട്ട് പോന്നാ മതി. പിന്നെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? വേഗം വന്നിക്ക. ആരാ മമ്മി വരുന്നേ? അവളെ കൊണ്ടുപോകാനുള്ള ആളുകളാ. അപ്പോ ആന്റി നേരത്തെ പറഞ്ഞത്? ഇന്ന് രാത്രി കൊണ്ട് എല്ലാം അവസാനിക്കണം. വരുന്ന ആൾക്കാര് അത്ര നിസ്സാരക്കാരല്ല. അവൾ എത്ര ബഹളം വെച്ചാലും തമിഴ്നാട്ടിലെ ഏതേലും ഒരു ഭ്രാന്താശുപത്രിയിൽ അവളെ കൊണ്ടുപോയി തള്ളിക്കോളും അവര്. പിന്നെ അങ്ങനെ ഒരുത്തി ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും അറിയില്ല. സത്യത്തിൽ ഇപ്പോഴാ മമ്മി ജീവിതത്തിനൊരു ത്രില്ലായത്. ഇതെല്ലാം കൂടി കാണുന്ന കാഴ്ച ആലോചിക്കുമ്പോഴേ എന്റെ ശരീരം കോരിത്തരിക്കുക. എന്റെയും. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ആന്റിയുടെ കുടുംബത്തിന്റെ ആധിപത്യം തിരിച്ചു പിടിച്ചു. നമുക്ക് താഴെ പോവാം. അവൾ ഉണ്ടാക്കി തരണ അവസാനത്തെ ഡിന്നറല്ലേ. എന്തൊക്കെ ഉണ്ടാക്കി തരണമെന്ന് നമുക്ക് അവളോട് പറയാം. പിന്നെ അവളെ കൊണ്ടുപോവാൻ അവരിവിടെ വരുമ്പോൾ രാജു ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവനെ പുറത്തു വിടണം. അതിനിപ്പോ എന്താ വേണ്ടത്? വേറെ ഒന്നും ചെയ്യണ്ട. കഴിക്കാനുള്ള വിഭവങ്ങൾ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലില്ലാത്ത കാര്യം അവരോട് പറഞ്ഞാൽ മതി. അതിനെ അവനെ തന്നെ വിടാം. ഇന്ദ്രജി, സത്യം പറഞ്ഞ ആന്റിയുടെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. ഞാൻ എന്റെ ജീവിതത്തിലെ ഇതുപോലൊരാളെ കണ്ടിട്ടില്ല.